നാണമില്ലാതെ ഞാൻ പിന്നെ ഇങ്ങനെ വായിട്ട് ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കും. ഉറങ്ങുക, തിന്നുക, കുടിക്കുക, ഉറങ്ങുക, പിന്നെ വേറെ ഒന്നും പറയുന്നില്ല. ആഹാ കൊള്ളാം. ഇവിടെ ഞാനൊരു ചായ അറിയാതെ തട്ടിയിട്ടപ്പം ഇവിടെ എന്തെല്ലാം പുകിലായിരുന്നു. ഡേ ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നും പറയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ടാറ്റാ. ഞാൻ ചായ ഉണ്ടാക്കാനും നീ അത് കമത്താനും. എന്റെ ദൈവമേ, ഈ പെണ്ണ് നശിപ്പിക്കാൻ തന്നെ ജനിച്ചാണല്ലോ. നീ ഒന്നും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നല്ലോ, ഞാൻ ജോലിക്ക് പോയി ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഈ സാധനങ്ങൾ, ചായപ്പൊടി, പഞ്ചസാരയല്ല. ഇപ്പൊ നീ ഇപ്പൊ ചായയിലെ ഒരു സ്പൂൺ പഞ്ചസാര, ഒരു സ്പൂൺ ചായപ്പൊടി അല്ലേ ഇപ്പൊ വേസ്റ്റ് ആക്കിയത്. ഞാൻ ജോലിക്ക് പോവുക, സാധനങ്ങൾ മേടിച്ചോണ്ട് വരിക, പിന്നെ എല്ലാം ഉണ്ടാക്കി അങ്ങോട്ട് മുമ്പിലോട്ട് കൊണ്ട് വെച്ച് തരിക. എൻ്റെ മോൾ അതെല്ലാം നശിപ്പിക്കുക. ഇതാണ് എൻ്റെ മോളുടെ പരിപാടി. അയ്യോ, മണം തുടങ്ങി. വളരെ നന്നായിട്ടുണ്ട്. ഇന്നലെ ഒന്നും അല്ലല്ലോ. സോറി അമ്മേ, ഞാൻ അറിയാതെ തട്ടിയിട്ടല്ല, ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ലോ. നിനക്ക് ഒരു കുഴപ്പമില്ല. നീ ഇവിടെ ഇരുന്ന് തിന്നുക, കുടിക്കുക, ഉറങ്ങുക, തിന്നുക, കുടിക്കുക, ഉറങ്ങുക, പിന്നെ വേറെ ഒന്നും പറയുന്നില്ല. ഇതല്ലേ പണിയുള്ളൂ. എൻ്റെ മോൾ നിന്റെ ബുദ്ധിമുട്ടും എല്ലാം അറിയുന്നുണ്ടോ? മോളുടെ അമ്മ എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ട് തരുന്നുണ്ട്. പിന്നെ മോക്കത് വേസ്റ്റ് ആക്കിയാൽ എന്താ, നശിപ്പിച്ചാൽ എന്താ? ഇതൊക്കെ ഇനി ആര് തൂക്കും? ഞാൻ തൂക്കണോ? ഇനി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് മുമ്പിൽ കൊണ്ട് വെച്ച് തരണം. മോളത് താഴെ ഇടണം. അതിന് അമ്മ പോയി അത് തൂത്തെല്ലാം തുടച്ച് ശരിയാക്കണം. എന്താ നോക്കിയിരിക്കുക? ഞാൻ തൂക്കണം? ഞാൻ തുടച്ചാ പോരെ? എനിക്ക് ഇനി ഇവിടെ ചായ ഉണ്ടാക്കി തരുമെന്ന് പ്രതീക്ഷിക്കണ്ട. മോക്കിങ്ങനെ കമത്തി കളയാനാണെങ്കിൽ അമ്മ മോക്ക് ചായ ഉണ്ടാക്കി തരുമെന്ന് മോള് പ്രതീക്ഷിക്കണ്ട. ഞാൻ എന്ത് പറയേണ്ടി, എനിക്കറിയില്ല ഞാൻ എന്ത് ഇതിനൊക്കെ പറയേണ്ടത്. പറഞ്ഞിട്ടൊരു പ്രയോജനവും ഇല്ല. പ്രയോജനമില്ലത് പിന്നെന്തിനാ പറഞ്ഞോണ്ടിരിക്കുന്നത്? ചങ്കനം പിന്നെയും തെങ്ങേ തന്നെ. വെറുതെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വായിട്ടലക്കുക. ഈ മഴ ഇനി എപ്പോൾ തോർന്ന് തീരും? ഇതെപ്പോൾ നിർത്തുമോ? അവള് കേട്ടിങ്ങനെ രസിച്ചിരിക്കുക. ഇവരെന്തേലും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് രസിച്ചങ്ങിരിക്കുക. ഒരു വായിട്ട് അലച്ചോട്ടെ, നമുക്കൊരു ഇതും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അടങ്ങിയിരിക്കും. എന്തോ ഇത്രമാത്രമുള്ളത്? ആ മൊബൈൽ ഇപ്പൊ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴല്ലേ ചായ താഴെ വീണത്. 24 മണിക്കൂറും ആ മൊബൈലില്ല. 2 കണ്ണും ആ മൊബൈലിൽ 24 മണിക്കൂർ. മേടിച്ചു കൊടുത്ത എന്നെ പറഞ്ഞാൽ പോരെ? മേടിച്ചു കൊടുത്തെങ്കിൽ എനിക്ക് മേടിച്ചു വെക്കാനും അറിയാം. അയ്യോ, ഈ ചായ ആണ് എൻ്റെ മൊബൈലിൻ്റെ പറ്റിയ തീരുമാനമായി. മാറത്തുമില്ല. നമ്മളെന്നും ഇങ്ങനെ തന്നെ, മാറത്തില്ല. അപ്പൊ എൻ്റെ മോളെ തട്ടിയിട്ട ചായ ഒന്ന് തുടച്ചിട്ടേക്കെ. ഞാനിവിടെ പത്രം വായിച്ചോണ്ടിരുന്ന വായിച്ചോണ്ടിരുന്ന മൂടും അങ്ങ് പോയി. ഇതെങ്ങനാ വീട്ടിലെങ്ങനെ മൂട് കിട്ടുന്നത്? മോള് ചെന്നാട്ടെ. പോയി തുടച്ചോ, തുണി എടുത്തോണ്ട് വരട്ടെ. എന്റെ ദൈവമേ. എടീ ഇങ്ങോട്ടൊന്ന് വന്നേ. ആഹാ കൊള്ളാം. ഇവിടെ ഞാനൊരു ചായ അറിയാതെ തട്ടിയിട്ടപ്പം ഇവിടെ എന്തെല്ലാം പുകിലായിരുന്നു. അമ്മ എന്നെ തെറി വിളിച്ച പോലെ സ്വന്തമായിട്ടും തെറി വിളിച്ചേ. ഈ ചായയിലെ പഞ്ചസാര
1 സ്പൂൺ പഞ്ചസാര, ഈ ചായയിലെ 1 സ്പൂൺ തേയില, ഇതെല്ലാം വേസ്റ്റ് ആക്കിയില്ലേ അമ്മ? എന്താ ഇപ്പൊ പറയാനുള്ളത്? ഞാൻ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ചായയല്ല തേയിലപ്പൊടിയും പഞ്ചസാരയും ഞാൻ ജോലിക്ക് പോകുന്നില്ലേലും കുറ്റം ആര് കുറ്റം ചെയ്താലും ശിക്ഷ ഒന്ന് തന്നെ. ആഹാ, കൊള്ളാം കൊള്ളാം, ഇത് കൊള്ളാം. അമ്മ ചെയ്താൽ ഒരു കുഴപ്പമില്ല, ഞാൻ ചെയ്താലേ കുഴപ്പമില്ല അല്ലേ? എന്തോ വായി നോക്കിക്കൊണ്ടിരിക്കുക? അല്ലെങ്കിൽ വേണ്ട. അമ്മേ, അമ്മ ഞാൻ മുമ്പേ ആണേൽ ചായ താഴെ ഇട്ടപ്പം എന്നെ വഴക്ക് പറഞ്ഞായിരുന്നു. ഇപ്പൊ അമ്മ ചായ താഴെ ഇട്ടല്ലോ. നീയല്ല എൻ്റെ അമ്മ, ഞാനാണ് നിൻ്റെ അമ്മ. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ഞാൻ നിൻ്റെ അടുത്ത് മൊബൈൽ തോണ്ടിയിട്ടല്ല ഈ ചായ താഴെ ഇട്ടത്. ഞാൻ അറിയാതൊന്ന് തട്ടി വീണതാ. ഓ ശരി. എവിടെ പോവാ? പോയി തുണി എടുത്തോണ്ട് വാ, എന്നിട്ട് ഇത് തുടക്കേ. എന്താ അമ്മ ഞാൻ മുമ്പേ ആണേലും ചായ താഴെ ഇട്ടപ്പോ അമ്മ എന്നോട് പറഞ്ഞു ഞാൻ പോയി തുടയ്ക്കാന്. ഇപ്പൊ അമ്മയല്ലേ ചായ താഴെ ഇട്ടേ, പിന്നെ ഞാൻ ഇതിന് തുടയ്ക്കുന്നേ? എന്തുവാ? എൻ്റെ പൊന്നുമോള് പോയി തുണി എടുത്തോണ്ട് വന്നിട്ട് ഈ ചായ ഒന്ന് തുടച്ചേ. അവള് പറയുന്ന കേട്ടാ തോന്നുമല്ലോ നീയാ ഈ വീട്ടിലെ പണിയെല്ലാം ചെയ്യുന്നതെന്ന്. ശരി, ഞാൻ തുടച്ചോളാം. ഞാനിപ്പോ വീഡിയോയിൽ കാണിച്ച പോലത്തെ അനുഭവം ചിലർക്കെങ്കിലും ഉണ്ടായിരിക്കാം. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇതുപോലെ ചായയുടെ കാര്യം എക്സാമ്പിൾ എടുത്താൽ, ഇപ്പം ചായ താഴെ ഇട്ടാലോ അറിയാതെ എന്തെങ്കിലും നമുക്കൊരു പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ അത് കണ്ടിട്ട് വഴക്ക് പറയും. പക്ഷെ നമുക്ക് പറ്റിയ അതേ അമ്മമാർക്കല്ലേ, അമ്മച്ചിമാർക്ക് ആരെങ്കിലും ആകട്ടെ, അവർക്ക് പറ്റിക്കഴിഞ്ഞാൽ അതൊരു തെറ്റേ അല്ല എന്ന രീതിയിലേക്കാവും. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ കാണിച്ച പോലെ അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഇടുക. എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ചുമ്മാ ഫണ്ണിന് വേണ്ടി ചെയ്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണേ മറക്കരുത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പോണേ, ടാറ്റാ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.